സ്റ്റുഡിയോത്തെ 4 ഷെയ്ഡ് ഇൻബോക്സിങ് അല്ല. അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഫോക്കസ് ആവുന്നില്ല എന്നാണ് തോന്നണേ. ഞാനിവിടെ എന്തായാലും നോട്ട് ചെയ്യുക. DL803 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നത്, അടിപൊളിയാണ്. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് ഇങ്ങനെ നല്ല ഡാർക്കായിട്ട് യൂസ് ചെയ്യുന്ന ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ അറിയാത്ത പോലെ ചെറുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് കഴിഞ്ഞതാണ്, കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഫുള്ള് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറ് വെച്ചാൽ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൽ ഉള്ള കുറച്ച് ഇങ്ങനെ എടുക്കും. ഇതിൽ തന്നെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇഷ്ടമുള്ളവർക്ക് ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ചേഞ്ച് അത് വേറെ കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് ഞാൻ കാണിച്ച ഷെയ്ഡ് ഇതാണ്. ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കാം. അടിപൊളി ഷെയ്ഡാണ്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് കാണിക്കണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. അല്ലാതെ ഇതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ വേറെ ഷെയ്ഡായിരിക്കും. അപ്പോൾ സെക്കൻഡ് വന്നിട്ടുള്ള ഷെയ്ഡ് DLC026 ആണ്. അപ്പോൾ ഇതൊരു അടിപൊളി ഷെയ്ഡല്ല, മൂവിങ് ഉള്ള ഷെയ്ഡാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചാണ്. നൈസാണ്, കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിവ്യൂ കിട്ടിയൊരു ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ ഈ ഷെയ്ഡ് ഗുഡ് ഷെയ്ഡാണ്. ഇത് സെക്കൻഡ് ഷെയ്ഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ അടിപൊളി ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയ ഷെയ്ഡാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഷെയ്ഡാണ് DLC025. നല്ല മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ മോസ്റ്റ്ലി നന്നായി യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഡാസ്ലറിൻ്റെ ഈ 025 എന്നുള്ള പറഞ്ഞ ഷെയ്ഡ്. അപ്പോൾ എന്തായാലും ഈ ഡാസ്ലറിൻ്റെ ഈ ഷെയ്ഡ് നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. യെസ്, കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊരു ബ്രൗൺ കളറാട്ടോ വരുന്നത്. ബ്രൗൺ കളറാണ്. നമുക്ക് നോക്കാം, കാരണം ഇത് നല്ലൊരു ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡായിരുന്നു. കുറച്ചാണ് ഇടുന്നത്. എനിക്ക് കറക്റ്റ് ഇത് എങ്ങനെ ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ലുക്ക് തരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മോഡൽ ഡ്രസ്സിനൊക്കെ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ഒരു റിച്ച് ലുക്ക് തരാൻ പറ്റിയ ഒരു ഷെയ്ഡാണെന്ന്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ് ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഡാസ്ലറിൻ്റെ DLC009 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് എനിക്ക് തോന്നുന്നു നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഡാസ്ലറിൻ്റെ വന്നിട്ടുള്ളത്. ഡാസ്ലറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് 4 ഷെയ്ഡ്സ് ആണ്. പക്ഷേ ഇതൊരു ഡാർക്ക്, ഇത് ഞാൻ കുറച്ചായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ്. ഇനി വേണമെങ്കിൽ നന്നായി ഡാർക്കായിട്ട് യൂസ് ചെയ്യാം, ബ്രൈറ്റായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് തോന്നും. അപ്പോൾ ഓക്കെ, ഇതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മളിവിടെ 4 ഷെയ്ഡാണ് കാണിച്ചത്. മോസ്റ്റ്ലി എനിക്ക് 4 ഫേവറേറ്റ് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ലിപ്സ്റ്റിക് കളക്ഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.